ഹേയ്, എംപറർ എമ്മാനുവൽ എന്ന് പറയുന്ന ഒരു കൾട്ട് സഭയെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഇതിനെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുള്ളതും അറിഞ്ഞിട്ടുള്ളതും കണ്ടിട്ടുള്ളതിനെക്കാട്ടിലൊക്കെ വളരെ ഭയാനകമായിട്ടുള്ള ഒരു ഒരു സഭാരീതിയാണ് അവരുടെ. ഈ ഒരു അടുത്ത കാലത്തായിട്ട് ഈ തൃശ്ശൂർ ജില്ലയിൽ സ്വർഗം അവിടെയാണ്, അവിടെ വരുന്നവർ സ്വർഗത്തിലേക്ക് പോകും എന്നൊക്കെ പറഞ്ഞ് വിശ്വസിച്ച് കുറച്ച് ആൾക്കാരെ കൂട്ടിയിട്ടുള്ള ഒരു ചെറിയൊരു സഭാരീതിയായിട്ട് ആണ് അവരിപ്പം തുടങ്ങി വെച്ചിരിക്കുന്നത്. അതിലേക്ക് കുറേ ആളുകൾ വീണു പോയിട്ടുണ്ട്. നമ്മൾ ഈ സാത്താൻ സേവകർ, അവർ ചെയ്യുന്ന കൊലപാതകങ്ങൾ, ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ പത്രത്തിലും ടി വിയിലും ന്യൂസിലുമൊക്കെ. ഇതിനേക്കാളിലൊക്കെ എത്രയോ മടങ്ങ് ഭയാനകമാണ് ഈ എംപറർ ഇമ്മാനുവലിൻ്റെ വിശ്വാസങ്ങളും രീതികളും എന്നുള്ളത് നമുക്ക് അറിയാവും. ഇവർ അതിൽ ചെന്ന് കഴിഞ്ഞാൽ വേറെ ആൾക്കാരായി മാറുകയാണ്. പിന്നെ അവർക്ക് ഫീലിങ്സ് ഇല്ല, ഫാമിലി ഇല്ല, റിലേഷനില്ല, സോഷ്യൽ ഗ്യാതറിങ്സ് ഇല്ല. ഇവരുടെ ഗ്യാതറിങ്സ് ഇവരുടെ ഈ സഭയുമായി ബന്ധപ്പെട്ട ആൾക്കാരുമായി മാത്രമേ പാടുള്ളൂ. പിന്നെ മറ്റൊരു ഏറ്റവും അതിശയിപ്പിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവരെ വിശ്വസിപ്പിക്കുന്ന, അവിടെ ചെല്ലുന്ന ആൾക്കാരെ വിശ്വസിപ്പിക്കുന്നത് ഇവർക്ക് മരണമില്ലെന്ന്. അവർ മരിക്കുന്നില്ല ഒരിക്കലും. അവർ മരിക്കുമ്പോൾ ലോകാവസാനമാണ്. അത് ലോകം അവസാനിക്കുമ്പോൾ അവർക്കായി സ്വർഗത്തിലൊരു സീറ്റ് ഇവർ പൈസ കൊടുത്ത് ബുക്ക് ചെയ്യുക. അവിടെ ഇന്നത്തെ ഈ 21st സെഞ്ച്വറിയിലും ഇങ്ങനെ വിശ്വസിക്കുന്ന ആൾക്കാരെ ചിലപ്പോൾ വിശ്വസിക്കാനോ നമുക്ക് ആലോചിക്കാൻ പോലും പറ്റാത്ത സാഹചര്യമായിരിക്കും. അവരൊരിക്കലും മരിക്കുന്നില്ലെന്നും അവർക്ക് അവിടെ ഒരു സീറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ഇതിനൊരു മീഡിയേറ്റേഴ്സ് ഉണ്ട്. അവിടെ കുറച്ച് ആൾക്കാർ, ഇത് ഓർഗനൈസ് ചെയ്യുന്ന ആൾക്കാർ, ഇവർ നമ്മളിൽ നിന്ന് ഇതിനുമായിട്ട് യോജിക്കുന്ന ആൾക്കാരിൽ നിന്ന് ഫുൾ സമ്പത്ത് ഇവരെ മേടിച്ചെടുക്കും. അതായത് സ്വർണമായിട്ടും ലാൻഡായിട്ടും. അപ്പം ഇതിന് കിട്ടാനുള്ള മുഴുവൻ ചാൻസും അവർ നോക്കും. ഇത് കിട്ടാനായിട്ട് ഇതിനായിട്ട് ജോയിൻ ചെയ്യുന്ന ആൾക്കാർ, ഇതിലേക്ക് ജോയിൻ ചെയ്യപ്പെടുന്ന ആൾക്കാർ, പിന്നെ അവർക്ക് അച്ഛനെന്നില്ല, മക്കളെന്നില്ല, ഭാര്യയില്ല, ചെറുമക്കളില്ല, അങ്ങനെ ഒന്നുമില്ല. അവർക്ക് സ്വത്ത് കിട്ടാനായിട്ട്, അവർക്ക് പൈസ കിട്ടാനായിട്ട്, അവർക്ക് ലാൻഡ് കിട്ടാനായിട്ട്, ഗോൾഡ് കിട്ടാനായിട്ട് അവർ ആരുടെ പേരിൽ വേണമെങ്കിലും കേസ് കൊടുക്കാനും, ആരുടെ പേരിൽ വേണമെങ്കിലും ഏത് തരത്തിലുള്ള ആക്ഷൻ എടുക്കാനും അവർ തയ്യാറാണ്. ഇതെല്ലാം സമ്പാദിച്ച് ഇതെല്ലാം എല്ലാവരിൽ നിന്നും കളക്ട് ചെയ്ത് ഇവരെ അവിടെ കൊണ്ടേ സബ്മിറ്റ് ചെയ്യും. അവരവിടെ അങ്ങനെ ഒരു സീറ്റ് ബുക്ക് ചെയ്യുവാണ് സ്വർഗത്തിലേക്കുള്ളത്. ഇത് വിശ്വസിക്കാനൊക്കെ എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇതുമായിട്ട് വളരെ അടുത്ത് അറിയാവുന്ന ഒരാളെന്ന രീതിയിലാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോ ആരൊക്കെ കാണുന്നുണ്ടെങ്കിലും ഇതിലേക്ക് ആരെങ്കിലും പോകാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതിലേക്ക് ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ മാക്സിമം അവരെ പിന്തിരിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം ഇത് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു വലിയ വിപത്താണിത്. നമ്മൾ കണ്ടിട്ടില്ലേ ഈ ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ള കുട്ടികളൊക്കെ ചെയ്യുന്നത്? ഇത് ഒരു സിറിഞ്ചൊന്നുമല്ല, ഒരു 2 സിറിഞ്ചൊക്കെ ഒരേ സമയം അടിച്ച ആൾക്കാരുടെ ഫീലിങ്ങിലാണ് ഇവർ ഇപ്പോഴും ജീവിക്കുന്നത്. ആര് മരിച്ചാലും അതിപ്പം നമ്മുടെ ചിലർ പറയണത് കേട്ടിട്ടില്ലേ, അതായത് അവരുടെ സഭയിൽ പുറത്തുള്ള ആൾക്കാരൊക്കെ ചെറുത്താന്മാരാണ്. അവരെ കൊല്ലുക, സ്വർഗരാജ്യം സമർപ്പിക്കുക എന്നുള്ളതാണ് ഇവരുടെ ഒരു ലൈന്. അതിനുവേണ്ടിയാണ് അവരെപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, അതിനുവേണ്ടിയാണ് അവരെപ്പോഴും ജീവിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് ഒരു ഫാമിലിയിലായിട്ടുള്ള യാതൊരു ഫീലിങ്ങും ഇല്ല. അവരവരുടെ മക്കളെ കൊല്ലാനോ, അവരുടെ ഭർത്താക്കന്മാരെ കൊല്ലാനോ, ഭാര്യമാരെ കൊല്ലാനോ, അച്ഛനെ അമ്മയെ കൊല്ലാനോ അവർ റെഡിയാണ്. അവർക്ക് സ്വർഗരാജ്യം കിട്ടാനായിട്ട്. കാരണം പുറത്തുള്ള ആൾക്കാർ ചെറുത്താനെ കൊന്നു കഴിഞ്ഞാൽ അത്രയും കൂടുതൽ അവർ ദൈവത്തിലേക്ക് അടുക്കുകയാണ്. അങ്ങനെ ഒക്കെ പറഞ്ഞു പഠിപ്പിക്കുന്ന ഒരു സഭ കേരളത്തിൽ വളർന്നു വരികയാണ്. ഏറ്റവും അധികം ബുദ്ധിജീവികളുണ്ടെന്ന് പറയുന്ന, ഏറ്റവും അധികം എഡ്യൂക്കേറ്റഡ് ആണെന്ന് പറയുന്ന കേരളത്തിൽ അങ്ങനെ ഒരു സഭ വളർന്നു വരികയാണ്. എന്തുകൊണ്ട് ഇതിനെക്കുറിച്ചൊന്നും സാമൂഹ്യ നിരീക്ഷകന്മാരോ ആരും ഒരു വായും തുറക്കാത്തത് എന്തുകൊണ്ടാണ്?
അതൊരു മതപരമായ കാര്യമാണ്. അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാൻ പറ്റാത്ത ഒരു സാഹചര്യം കൂടി ഉണ്ടെന്ന് തോന്നുന്നു പല ആൾക്കാർ. അതുകൊണ്ടായിരിക്കാം പല ആൾക്കാരും ഇതിനെക്കുറിച്ചൊന്നും പുറത്ത് പറയാത്തത്. പക്ഷേ ഇത് ഏറ്റവും അടുത്ത് അറിഞ്ഞ ഒരാളെന്നുള്ള രീതിയിലാണ് ഞാൻ പറയുന്നത്. മാക്സിമം ഇതിൽ നിന്നും ദൂരത്തിൽ നിൽക്കുക, ഇതുമായിട്ട് ബന്ധപ്പെടാതിരിക്കുക. ആരെങ്കിലും ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അത് നിങ്ങളുടെ ഒരു ഫാമിലിയിൽ ഒരാൾ ഇതുമായി കണക്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓർത്തോ ഫാമിലിയിലുള്ള വേറെ ആരും ബാക്കി ഉണ്ടാവില്ല. നിങ്ങളുടെ ഫാമിലി പ്രോപ്പർട്ടി ഒന്നും ബാലൻസ് ഉണ്ടാവില്ല. ആ കുടുംബം അല്ലെങ്കിൽ ആ ഫാമിലി അതോടെ തീർന്നു. ഒരു ഫാമിലിയിൽ 10 അംഗങ്ങളുള്ള ഒരു ഫാമിലി ഒരാൾ ഇതുമായിട്ട് കണക്റ്റഡ് ആയാൽ മതി. ബാക്കിയുള്ളവരൊക്കെ പിന്നെ ചെകുത്താന്മാരാണ് അവരെ സംബന്ധിച്ച്. അവരെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ് പിന്നെ അവരുടെ ഉദ്ദേശം. അങ്ങനെ നമ്മുടെ തന്നെ കുടുംബത്തിലെ ഒരാൾ നമ്മൾക്കെതിരെ തിരിയുന്ന ഒരു സാഹചര്യം വന്നു കഴിയുമ്പോൾ എന്തായിരിക്കും പിന്നെ ഫ്യൂച്ചറിലുള്ള അവസ്ഥ? അതേപോലെ ഭയാനകമാണ്. അത്രയും നമ്മൾ കോഷ്യസ് ആയിരിക്കേണ്ട ഒരു സഭയാണ് ഇത്. ഇതിനെക്കുറിച്ച് ഒരു ചെറിയൊരു ഐഡിയ ഇതുമായിട്ട് അറിയത്തില്ലാത്ത ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. താങ്ക് യു. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവരവിടെ ഒരു പെട്ടകം, ഒരു വലിയ ബോട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതായത് അതിൽ കയറുന്ന ആളുകൾ മാത്രമേ രക്ഷപ്പെടുള്ളൂ. അത് പഴയ നിയമ ബൈബിളിൽ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, നോഹയുടെ പെട്ടകം എന്ന് പറയുന്ന പോലെ ഇത് ഫുൾ ലോകം നശിക്കാൻ പോവുകയാണ്. ഈ ലോകം നശിക്കുമ്പോൾ വളരെ ലിമിറ്റഡ് നമ്പർ ആയിട്ടുള്ള, അതായത് ഇവരുടെ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാരെ മാത്രമേ ദൈവം രക്ഷിക്കാൻ പോകുന്നുള്ളൂ. ആ ആളുകളെ മുഴുവൻ ഇവർ ഈ ബോട്ടിലേക്ക് പ്രവേശിപ്പിക്കും. അവർ മാത്രം രക്ഷപ്പെടും. ഈ അമേരിക്കയിൽ ഉണ്ടെന്നാണല്ലോ പറയുന്നത്, അണ്ടർഗ്രൗണ്ട് ടണൽസ് ഫോർ ദ ഇമ്പോർട്ടൻറ്റ് പീപ്പിൾ ടു എസ്കേപ്പ് വെൻ എ വേൾഡ് വാർ കംസ് എന്ന് പറയുന്ന പോലെ എല്ലാ ലോകം നശിക്കുന്ന ഒരു സമയത്ത് ഇവർക്ക് മാത്രം രക്ഷപ്പെടാൻ വേണ്ടി ഇവർ ഇതുണ്ടാക്കി വെച്ചിരിക്കും. ഇതിലേക്ക് നമ്മൾ സീറ്റ് ബുക്ക് ചെയ്യുകയാണെങ്കിൽ അതിന് വേണ്ടി പൈസയും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കണം. എന്നാൽ മാത്രമേ ആ സീറ്റ് നമുക്ക് ബുക്ക് ഇടാവുള്ളൂ. അതിനുവേണ്ടിയാണ് ഇവർ പൈസയെല്ലാം അവർക്ക് കൊണ്ട് കൊടുക്കുന്നത്. അവിടെ താമസിക്കാനൊക്കെ ഉള്ള സൗകര്യമുണ്ട്. ഇവിടെ ഈ തൃശ്ശൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഇവർ താമസിക്കാൻ വേണ്ടി ഒരു സ്ഥലമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓരോരുത്തർക്കും ഫ്ലാറ്റുണ്ട്. ഫ്ലാറ്റ് വേണ്ടവർ അതിന് വേണ്ടി പൈസ കൊടുക്കണം. പൈസ കൊടുത്ത് ഫ്ലാറ്റ് മേടിച്ച് അവിടെ താമസിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് പ്രളയമോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ ഈ ബോട്ടിലേക്ക് പെട്ടെന്ന് പ്രവേശിക്കാൻ വേണ്ടി അവിടെ ചെന്ന് താമസിക്കുകയാണ് ആൾക്കാർ. ഈ കോവിഡ് വന്ന സമയത്ത് ഇവർ പറഞ്ഞത് കോവിഡ് ആണ് അവസാനത്തെ ലോകമാരി, ഇതോടുകൂടി ലോകം മുഴുവൻ അവസാനിക്കുകയാണ് എന്ന് പറഞ്ഞ് ഇവർ ഭയങ്കരമായിട്ട് പബ്ലിസിറ്റി കൊടുത്തു. ഇത് ഭക്ഷണം കിട്ടാത്ത അവസ്ഥ വരും, വെള്ളം കിട്ടാത്ത അവസ്ഥ വരും, അങ്ങനെയൊക്കെ പറഞ്ഞ് ഇവർ കുറേ ചാക്ക് കണക്കിന് അരിയൊക്കെ മേടിച്ച് ഇതിൽ വിശ്വസിക്കുന്ന ആൾക്കാരെ വീട്ടിൽ കൊണ്ടുവച്ച് പിന്നെ എണ്ണയൊക്കെ ഒഴിച്ച് സേവ് ചെയ്ത്, അതായത് ഇങ്ങനെ പ്രിസർവ് ചെയ്യാം. അടുത്തൊരു 5-6 മാസത്തിനുള്ളിൽ ലോകം അവസാനിക്കാൻ പോവുകയാണ്. ലോകം ഫുൾ ഇരുട്ടാകാൻ പോവുകയാണ്. ആ സമയത്തേക്ക് നമുക്ക് ഭക്ഷണമൊന്നും ഉണ്ടാവില്ല. ആ സമയം ഇവർക്ക് ഭക്ഷണം കിട്ടണമല്ലോ. അവരുടെ ഭാര്യയോ മക്കളോ ഹസ്ബൻഡോ കഴിച്ചില്ലെങ്കിലും അവർക്ക് ഭക്ഷണം കിട്ടാനായിട്ട് ഇവരതെല്ലാം വാങ്ങി പ്രിസർവ് ചെയ്ത് വെച്ചിരുന്നു. പക്ഷേ ലോകം അല്ലെങ്കിൽ ദൈവം അവരെ ചതിച്ചു. കോവിഡോടുകൂടി ലോകം അവസാനിച്ചില്ല. പിന്നീട് അടുത്ത പ്രവചനം നടത്തുവാണ് അവർ 2028 ലോകം അവസാനിക്കും. ഇപ്പോൾ 2026 ആയി. അവസാനിക്കുന്ന യാതൊരു ലക്ഷണവും കാണുന്നില്ല. ഇവർ പിന്നെ എക്സ്റ്റെൻഡ് ചെയ്തു. അടുത്തൊരു നൂറ്റാണ്ടും കൂടെ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ഇനി അതുകൊണ്ട് അടുത്തൊരു നൂറ്റാണ്ടും കൂടെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതൊക്കെയാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് പറ്റിക്കപ്പെടുന്ന ആളുകളാണ് നമ്മുടെ സമൂഹത്തിനിടയിലുള്ളത്. അപ്പോൾ ഇവരുടെ ക്രൂരതയിലോ ഇവരുടെ വാക്കുകളിലോ ഒന്നും ആരും വീണു പോകാതിരിക്കുക.